كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി. നല്ല പെൺകുട്ടിയാണ്, അതായത് നല്ല സ്വഭാവമുള്ള, വിദ്യാഭ്യാസമുള്ള, സൈക്കോളജിയൊക്കെ പഠിച്ച് കോളേജ് വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു പെൺകുട്ടി. എല്ലാവർക്കും നല്ല അഭിപ്രായം, സ്വന്തം വീട്ടിലും ബന്ധുക്കൾക്കും എല്ലാം നല്ല അഭിപ്രായം, നല്ല പെരുമാറ്റം ഒക്കെ അറിയുന്ന കുട്ടിയാണ്. പക്ഷേ വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ കുട്ടി ഭർത്താവിനോടും ഭർത്താവിൻ്റെ മാതാവിനോടും ഭർത്താവിൻ്റെ ബന്ധുക്കളോടും ഒക്കെ ഉള്ള പെരുമാറ്റത്തിലും സംസാരത്തിലും വളരെ മോശം പെരുമാറ്റവും സംസാരവും. പലതവണ ഉപദേശിച്ചു. കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു. പിതാവ് ആദ്യം കാര്യമാക്കിയില്ല, പിന്നീട് സ്വാഭാവികമായി കാര്യമാക്കേണ്ടി വന്നു. ഒടുവിൽ പയ്യനോട് പിതാവ് തന്നെ പറഞ്ഞു, ആ കുട്ടിക്ക് നിങ്ങൾ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം നീ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ, കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ, തിരിച്ചു കൊണ്ടാക്ക്, ഞങ്ങൾ ആ കുട്ടിയെ വേറെ കെട്ടിച്ചോളാം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയും അങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ ഒരു അഭിപ്രായം പറഞ്ഞു, നമുക്ക് ഈ കുട്ടിയെ ഒന്ന് മന്ത്രത്തിന് വിധേയമാക്കാം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ അതിനെ ഉൾക്കൊള്ളുന്നവരായിരുന്നില്ല. മന്ത്രത്തിനൊക്കെ പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ ആ ഒരു വിശ്വാസം അവർക്കില്ല. അപ്പോൾ ഈ പയ്യൻ്റെ ബന്ധുക്കൾ തന്നെ പറഞ്ഞു, നമുക്ക് സുബൈർ ഡോക്ടറെ കാണാം, അദ്ദേഹം ഡോക്ടറാണല്ലോ, അദ്ദേഹം ഒന്ന് കൗൺസിലിംഗ് ചെയ്യട്ടെ എന്ന് അഭിപ്രായം ഉന്നയിച്ചു. അപ്പോൾ അത് അവർ ഉൾക്കൊള്ളുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറെ കാണാൻ ഡേറ്റ് തീരുമാനിച്ചു. ആ ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ വീട്ടിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ടായി. അതായത് ഈ കുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ എന്തൊക്കെ സ്വഭാവക്കേടുകൾ കാണിച്ചോ അതൊക്കെ പിതാവിനോടും മാതാവിനോടും പിന്നെ ഉമ്മുമ്മയോടൊക്കെ കാണിക്കാൻ തുടങ്ങി, സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ. അപ്പോൾ അവർക്ക് ഈ ആരോപിക്കപ്പെട്ട വിഷയങ്ങളിൽ എന്തോ കാര്യമില്ലേ എന്ന് തോന്നലുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിശ്ചയിക്കപ്പെട്ട ദിവസം സുബൈർ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി എത്തി. അങ്ങനെ ഡോക്ടർ ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് സംസാരിച്ച് ബന്ധുക്കളെയൊക്കെ ഇരുത്തി. എന്നിട്ട് ഡോക്ടർ തന്നെ അഭിപ്രായപ്പെട്ടു, നമ്മളിവിടെ ഖുർആൻ ഓതി മന്ത്രിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഖുർആൻ്റെ വചനങ്ങൾ മാത്രമേ ഓതുന്നുള്ളൂ, വേറെ തരത്തിലുള്ള ചികിത്സ, ശിർക്ക് കുഫ്റെന്നുള്ള ചികിത്സ അല്ല. അതുകൊണ്ട് 1-2 ദിവസം ഈ കുട്ടിയെ മന്ത്രത്തിന് നിങ്ങൾ വിധേയമാക്കണം, അതുകൊണ്ട് തെറ്റില്ല എന്ന് ഡോക്ടർ നിർബന്ധിച്ചപ്പോൾ അവരതിന് തയ്യാറായി. അങ്ങനെ ആദ്യത്തെ ദിവസ മന്ത്രം കഴിഞ്ഞു, 2ാമത്തെ ദിവസത്തെ രാവിലത്തെ മന്ത്രം കഴിഞ്ഞു. അപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു, ഏതായാലും 2-3 മന്ത്രം കഴിഞ്ഞല്ലോ, നമുക്കിനി പോവാം. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, വേണ്ട, നിൽക്കണം, പിന്നെ നാളെ ആകുമ്പോൾ 3 ദിവസമാകും, ഒരു 3 ദിവസത്തെ കോഴ്സിൽ ഒരുപാട് ഫലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിൽക്ക്, ഏതായാലും വന്നതല്ലേ എന്ന് നിർബന്ധിച്ച് നിർത്തി. ആ 2ാമത്തെ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. 3ാമത്തെ ദിവസം രാവിലെ കുട്ടിയെ മന്ത്രിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ചില അനുഭവങ്ങളുണ്ടായി. അതിങ്ങനെയാണ്, വയറിൽ നിന്നും എന്തോ ഒന്ന് മുകളിലേക്ക് നീങ്ങുന്നു, അത് തൊണ്ട വരെ വരുന്നു, പിന്നീട് വീണ്ടും താഴേക്ക് പോകുന്നു. തൊണ്ടയിലേക്ക് വരുമ്പോൾ ഉള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ മാങ്ങയുടെ രുചിയാണ്. അപ്പോൾ ഈ രുചി ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഛർദിൻ്റെ വക്കത്തേക്ക് വരുന്നില്ല, താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ കുട്ടിയെ ഒന്ന് ഛർദ്ദിപ്പിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മരുന്നുണ്ടായിരുന്നു, ഛർദ്ദിപ്പിക്കുന്ന ഒരു നാട്ടുമരുന്നുണ്ടായിരുന്നു. ഞാൻ ആ മരുന്ന് കൊടുത്ത് കുട്ടിയെ ഛർദ്ദിപ്പിച്ചു. അപ്പം വളരെ നല്ല സ്വാദിഷ്ടമായ മാങ്ങയുടെ രുചിയിൽ ആ കുട്ടി ഛർദ്ദിക്കുകയാണ്. ഛർദ്ദിക്കുമ്പോൾ ആ കുട്ടി ഒരു രംഗം കാണുന്നുണ്ട്. അവളുടെ ഒരു ടീച്ചർ, കന്യാസ്ത്രീ ആയിട്ടുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഇവൾക്ക് മാങ്ങ കൊടുക്കുന്ന രംഗമാണ്. അപ്പോൾ അവൾക്കത് ഓർമ്മ വന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു
കാലഘട്ടം ഓർമ്മ വരികയാണ്. ഈ ടീച്ചറും മാങ്ങ കൊടുത്ത ദിവസവും മാങ്ങ സ്നേഹത്തോടു കൂടി, മോളെ ഇത് ഇവിടെ വളപ്പിൽ നിന്ന് കിട്ടിയതാണ്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് ഞാൻ തരുന്നു, നീ കഴിച്ചോ. അങ്ങനെ ആ മാങ്ങ കഴിച്ച രംഗമാണ് കുട്ടി കാണുന്നത്. അത് ചില അനുഭവങ്ങൾ എൻ്റെ കോളേജ് ജീവിതത്തിലുണ്ടായി. കാരണം ഈ കുട്ടി വലിയ സ്മാർട്ടായിരുന്നു, നല്ലപോലെ മതപരമായ പ്രബോധനങ്ങൾ ചെയ്തിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ കോളേജിലെ കുട്ടികൾക്കൊക്കെ പ്രബോധനം ചെയ്യുക, പിന്നെ കോളേജിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെടുക, പിന്നെ റൂം ആവശ്യപ്പെടുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അത് കോളേജിലെ അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിൽ ഈ പ്രധാനമായി വിരോധമുണ്ടായത് ഈ ടീച്ചർക്കാണ്. അപ്പോൾ ആ ടീച്ചർ 1-2 ദിവസം മിണ്ടാതിരുന്നു. പിന്നീട് സ്നേഹത്തിലായി. ആ സ്നേഹത്തിലായ സന്ദർഭത്തിലാണ് ഈ ഒരു മാങ്ങയുടെ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ കോളേജ് ജീവിതം കഴിഞ്ഞു. തൻ്റെ പ്രബോധന പ്രവർത്തനത്തെയും കോളേജ് ജീവിതത്തിലുള്ള മറ്റ് ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളെയൊക്കെ അത് പല രീതിയിൽ ബാധിച്ചിരുന്നു. പക്ഷേ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പിരിഞ്ഞു പോകുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളുണ്ടായില്ല. എന്നാൽ ഈ കുട്ടിയെ കെട്ടിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അതാ അന്നെന്നോ കിട്ടിയ ആ കൈവശത്തിൻ്റെ ആഘാതങ്ങൾ പിന്നീട് തൻ്റെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ പിശാച് തന്ത്രപൂർവം ആ ഭാര്യാഭർത്തൃ ബന്ധത്തെ വേർപിരിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഞാൻ നിരീക്ഷിക്കുന്നു, ഒരു പിശാചിന് തൻ്റെ ഇബിലീസായ നേതാവായ ശൈത്താൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ സ്ഥാനവും മഹത്വവും കിട്ടുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിക്കുന്ന പ്രക്രിയയ്ക്കാണല്ലോ. അപ്പം പിശാച് ബാധിച്ച കുട്ടികൾക്ക് അവരെ പിശാചുകൾ വെയിറ്റ് ചെയ്യുകയും വിവാഹശേഷം ഇവരെ വേർപിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ നിരന്തരമായ ചികിത്സാ അനുഭവങ്ങളിൽ നിന്ന് പലപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് ഈ കുട്ടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഏതായാലും കുട്ടിയേക്ക് ലൂസ് മോഷൻ ചെയ്തു. അപ്പോഴും ഈ കുട്ടി പിന്നെ ലൂസ് മോഷൻ്റെ സമയത്ത് ക്ലോസറ്റിൽ വരെ ഈ ടീച്ചർ പിന്നെ മാമ്പഴം കൊടുക്കുന്ന രംഗം കണ്ടു എന്ന് ആ കുട്ടി പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും ചികിത്സയ്ക്ക് ശേഷം ഞാൻ ഡോക്ടറും പറഞ്ഞു, പിന്നെ ഏതായാലും നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ തന്നെ പോയി, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലോ, നമുക്കിതിനകത്തൊരു ഫൈനൽ തീരുമാനം എടുക്കാം. അങ്ങനെ കുട്ടി ഭർത്താവിൻ്റെ കൂടെ പോയി, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നു. 2 ആഴ്ച അവരെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയി. പഴയ അനുഭവങ്ങളൊന്നുമില്ല. നല്ല ആ കുട്ടിയുടെ ശരിയായ സ്വഭാവവും പെരുമാറ്റ വൈഭവവും ഒക്കെ അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അവർ വരികയും അവരുടെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ആ ചികിത്സാനുഭവം അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു നാഴികക്കല്ലാവുകയും ചെയ്തു. അൽഹംദുലില്ലാ, അവർ ഇന്നും സന്തുഷ്ടമായി ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്തരം അനുഭവങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞുപോയ പല പ്രോഗ്രാമുകളിലും സൂചിപ്പിച്ചിരുന്നു. വീണ്ടും സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിലും നമുക്ക് ചുറ്റും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളുടെയും പിന്നാമ്പുറം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയ പ്രശ്നങ്ങൾ പതിയിരിക്കുന്നുണ്ടാവും. തിരിച്ചറിയുക. നമുക്ക് ഗുണപാഠമായിരിക്കട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. علم ربي من سؤال